ശബരിമല സ്വർണ്ണപ്പാളിയുടെ വിഷയം ഇന്നലത്തെ ഹൈക്കോടതി വിധിയോടുകൂടി ഏറ്റവും ഗൗരവതരമായി മാറിയിരിക്കുകയാണ്. ഫോറൻസിക് പരിശോധനയിലടക്കം ഇത് യഥാർത്ഥത്തിൽ സ്വർണം ചെമ്പാക്കിയതാണെന്നും സ്വർണ്ണപ്പാളി തന്നെയാണ്, ശബരിമല സ്വർണ്ണപ്പാളി തന്നെയാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നതെന്നും വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ഗൗരവാവസ്ഥ ഏറ്റവും കൂടുതൽ ഗുരുതരമായിരിക്കുകയാണ്. ഇതിലെ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഒളിവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള പ്രതികൾ ഇന്നിപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി എടുത്ത് 90 ദിവസം കഴിയാൻ പോവാണ്. സ്വാഭാവിക ജാമ്യം അദ്ദേഹത്തിന് കിട്ടത്തക്കവണ്ണം ചാർജ് ഷീറ്റ് പോലും കൊടുക്കാതെ അന്വേഷണത്തെ മന്ദഗതിയിലാക്കുക എന്നുള്ളതാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ കൃത്യമായ സമ്മർദ്ദത്തിന് പുറത്താണ് SIT പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇതിനപ്പുറം തെളിവെന്താണ് വേണ്ടത്? ഇത്രയും ഗുരുതരമായിട്ടുള്ള കാര്യമുണ്ട്. സർക്കാരിൻ്റെ സത്യത്തിൽ അധികാരത്തിൽ തുടരാൻ യാതൊരു അവകാശവും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിലെ വിധി കൂടി വന്ന സാഹചര്യത്തിൽ, നിരീക്ഷണം കൂടി വന്ന സാഹചര്യത്തിൽ ഈ സർക്കാർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്ക് മുഴുവൻ ഒത്താശയും കൊടുത്ത സർക്കാരിന് ധാർമ്മികമായി തുടരാൻ യാതൊരു അവകാശവുമില്ല. വിശ്വാസികളെ അവരുടെ ഏറ്റവും വേദനിപ്പിച്ച സർക്കാരായിട്ട് സർക്കാർ മാറിയിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ അത് കോടതിയുടെ നിരീക്ഷണത്തിന് കീഴിലായിരിക്കണം. കോടതി നിരീക്ഷണത്തിലുള്ളൊരു കേന്ദ്ര ഏജൻസി അന്വേഷണമാണ് നമുക്ക് വേണ്ടത് എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അത് അത്തരം കാര്യത്തിൽ ഇപ്പം ED വന്നിട്ടുണ്ട്, പരിശോധന നടക്കുന്നുണ്ട്. ഒരു പരിശോധനയെയും ഒരു അന്വേഷണത്തെയും ഞങ്ങളാരും എതിരെ പറയുന്നതല്ല. പക്ഷേ യഥാർത്ഥ കുറ്റവാളികളെ എല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അതിന് ഹൈക്കോടതിയുടെയും അല്ലെങ്കിൽ കോടതിയിലൂടെയും നിരീക്ഷണം ഉണ്ടാവണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പരിശോധിക്കണം, തീർച്ചയായിട്ടും. അല്ല, അത് കോടതി പറയുന്ന അനുസരിച്ച് പരിശോധിക്കപ്പെട്ടേ, അതിനെന്താ സംശയം? കോടതി പറയുന്നതനുസരിച്ച് എന്തൊക്കെ പരിശോധിക്കണോ, അയ്യപ്പൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം പരിശോധന വേണമോ അതെല്ലാം പരിശോധിക്കപ്പെടണം.